ഹലോ ഗായ്സ്, ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് കപ്പ വേവിച്ചതാണ്. കപ്പ കൊല്ലത്താൻ പോയി പഴങ്കഞ്ഞി കാണിക്കാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോ അതാണ്. നമുക്കിത് കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ചീനിച്ചട്ടി ചൂടായി. കുറച്ച് കടുകിടാം. ചട്ടി ചൂടായിട്ടുണ്ടല്ലോ. കപ്പ കൊല്ലത്താൻ വേണ്ടി ചെറിയ ഉള്ളി, വേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി കൂടെ ചതച്ച് വെച്ചങ്ങനെയാണ്. അതിനകത്ത് കുറച്ച് രണ്ട് ഉണക്കമുളകും കറിവേപ്പില. അത് ചതച്ച് വെക്കണം. ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയെല്ലാം നമുക്ക് പഴങ്കഞ്ഞിക്ക് കപ്പ ഉടത്തിയത് കപ്പക്കറിയായിട്ട് വെക്കാം. മുട്ട ഓംപ്ലേറ്റ്, ഉള്ളിമുളകും ചതച്ചത്, നല്ല തൈര്, പിന്നെ നല്ല ഇന്നലത്തെ നല്ല കണമ്പേറി, അതിനകത്ത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കപ്പ വേവിച്ച് ഞാൻ വെള്ളം കളഞ്ഞതാണ്. പിന്നെ കുറച്ച് മുളക് 1 ടീസ്പൂൺ ഇട്ടാൽ മതി. പിന്നെ കുറച്ച് കായപ്പൊടി നല്ലോണം മിക്സ് ചെയ്യും. അപ്പം ഞാൻ ഉപ്പിട്ട് വേവിച്ചാണ്. ഇത് പിന്നെ നല്ലോണം മുരിഞ്ഞിട്ടുണ്ട്. പച്ചമുളകും മാറി ഇച്ചിരി വെളിച്ചെണ്ണ വെച്ചിട്ട് മുട്ട ഓംപ്ലേറ്റ് ഇതിൽ തന്നെ ചെയ്തത്. ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ അരിഞ്ഞ്, ഉണക്കമുളകും വേപ്പിലയും ഉള്ളിയും കൂടെ ചതച്ചതാണ്. അപ്പം നമുക്ക് മിക്സ് ചെയ്യാം. ചെമ്മീനിട്ട് വയ്ക്കാനാണ് പോയത് കപ്പ. പക്ഷേ പഴങ്കഞ്ഞി ആകുമ്പോൾ പഴങ്കഞ്ഞിയും തൈരൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ കൂടെ ചെമ്മീനും കൂടെ ആകുമ്പോൾ ചിലപ്പോൾ അലർജി വരും. ചില സമയത്ത് കഴിച്ച ചിലർക്ക് പിടിക്കില്ല. അപ്പം അത് കാരണം ഞാൻ ചെമ്മീൻ ഇട്ടില്ല. അപ്പം നല്ലപോലെ വെന്തട്ടോ. ഈ കപ്പയുടെ കൂടെ വേറൊരു സാധനം ഇടുന്നുണ്ട്. കുറച്ച് കൊത്തമല്ലി, ഇത്തിരി കറിവേപ്പിലയും കൈ കൊണ്ട് നല്ല ഞെരടിയിട്ടാണ്.
ഇനി വെളിച്ചെണ്ണ നോക്കണ്ടേ. നമ്മുടെ മുട്ട ഓംലെറ്റ് ഒക്കെ ഇന്നലത്തെ മീൻ കൂട്ടായി. പിന്നെ ഉള്ളിയും മുളകും ചതച്ചത്. പിന്നെ ഇതിന് വെളിച്ചെണ്ണ ഒഴിക്കാം. ഉണക്കമുളകും ഉള്ളിയും വേപ്പിലയും കൂടെ ചതച്ചാണ്ട. തൈര് മിൽമയുടെ തൈരാണ്. ഒഴിച്ചത് തീർന്നപ്പോൾ മിൽമയുടെ തൈര് വാങ്ങിച്ചു. ഇത് നല്ലപോലെ ഉണക്കമുളകും ചെറിയ ഉള്ളിയും കൂടെ ചതച്ച് ഇടും. നമ്മുടെ കപ്പ ഇച്ചിരി ധൃതിയാണെന്ന്. കൊച്ചു സ്കൂൾ വിട്ട് വരും. കപ്പ പൊട്ടും വയ്ക്കും. അപ്പം ഇന്നത്തെ പഴങ്കഞ്ഞി ഇതാണ്. അടുക്കള ഇച്ചിരി തീരെ ചെറിയ അടുക്കള ആയതുകൊണ്ട് നമുക്ക് ഇതാണ്. അപ്പം നമുക്ക് കഴിക്കുന്നത് നല്ല കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ശരിക്കും നമ്മ തൈരിൻ്റെ കൂടെ കപ്പയിൽ പിന്നെ കൂട്ടുമ്പോൾ മീൻകറി കൂട്ടരുത്. മീൻകറിയും മുട്ട ഓംലെറ്റൊന്നും കൂട്ടരുത്. പക്ഷെ ടേസ്റ്റ് അതാണ്. പിന്നെ ഞാനൊരു കാര്യം പറയാം. ഈ കപ്പലത്തേൻ്റെ കൂടെ നിങ്ങൾ തൈര് കൂട്ടി കഴിക്കണം കേട്ടോ. ഒരു വല്ലാത്ത ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ വല്ലാത്ത ടേസ്റ്റാണ്. കപ്പ ഇതുപോലെ എടുത്തിട്ട് തൈര് ഒഴിച്ച് കഴിക്കാൻ നല്ലതാണ്. ഞാൻ ഇത്തിരി മീൻ ചാറ് ഒഴിക്കുന്നുണ്ട്. കുറച്ച് തൈര്. ഞാനിപ്പോൾ തൈരും കപ്പ ഇത്തിരി തിന്ന് കാണിക്കാം. എൻ്റെ അടുക്കള ഇത്തിരി ചെറുതായതുകൊണ്ട് എനിക്ക് ഇത്തിരി സൗകര്യമൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റ് കേട്ടോ. കപ്പയും കപ്പ ഉലത്തിയതും ചെമ്മീൻ്റെ കൂടെ നിർത്തിയിട്ട് തൈര് കൂടി തിന്നണ്ട കേട്ടോ. ഇതെല്ലാം കൂടെ അങ്ങോട്ട് നേരടി ആഹാ ഇച്ചിരി
ഇച്ചിരി ഉപ്പ് മുളക് കൂടി ഇടാം കേട്ടോ. ഇച്ചിരി മീൻചാറും കൂടെ ഒഴിച്ചിട്ട് ഒരു പിടുത്തം പിടിക്കാം. ഇങ്ങനെ നല്ല ഇങ്ങനെ കുഴക്കണോട്ടോ, നല്ല കുടിക്കാൻ സുഖമുണ്ടാവും. അതിന് നമുക്ക് രസം മുട്ട വെച്ച് കഴിച്ച് കാണിക്കാം. അതെ, കുറച്ച് തൈരും കൂടെ വെക്കാട്ടോ, കുറച്ച് പുളിയും കൂടെ വേണം. നല്ല ഞെരടണം കേട്ടോ, ഇങ്ങനെ ഞെരടിയാലേ കഴിക്കാനൊരു സുഖം ഉണ്ടാകും. എല്ലാവരും ട്രൈ ചെയ്യണ്ട. എല്ലാവരും ഞാൻ പറയുന്നത് കപ്പലത്തിയെ തൈര് കൂട്ടി കഴിക്കാം. അതിൻ്റെ കൂടെ മാക്സിമം മുട്ട ഓംപ്ലേറ്റും ചെമ്മീൻ, മുട്ട ഓംപ്ലേറ്റിനെ അല്ല ചെമ്മീൻ ഒട്ടും ഉപയോഗിക്കരുത് കേട്ടോ, പഴങ്കഞ്ഞിയും തൈരൊക്കെ കൂടെ കഴിക്കുമ്പോൾ. നല്ല അടിപൊളി ടേസ്റ്റ്. വളരെ ചമ്മന്തി, ഉള്ളിച്ചമ്മന്തി അടിപൊളി. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുത്താണേ. എല്ലാവരും നല്ല ടേസ്റ്റാണ്. എന്നിട്ട് എൻ്റെ ഉച്ചത്തെ ഫുഡ് ഇതാണ്. കപ്പയും തൈരും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കണത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ. ഇപ്പം എൻ്റെ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബർ ചെയ്യാൻ ആരും മടി കാണിക്കരുത്. എല്ലാവരും സുഖം, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരും, എല്ലാ കൂടപ്പുറപ്പുകളും, ഫ്രണ്ട്സും, അമ്മമാരും എല്ലാവരും, ഞാൻ എല്ലാ വീഡിയോസിലും മിക്ക ആൾക്കാരുടെ വീഡിയോസിലൊക്കെ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ എനിക്കും എല്ലാവരും ചെയ്യണം. ഇന്ന് വരെ സപ്പോർട്ട് ചെയ്തിനും നാളെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ.